നൂറെ അജ്മീർ ഉസ്താദിന്റെ ഒരു വാക്കുകൾ നമുക്ക് ജസ്റ്റ് ഇന്നലെ മുതൽ ഒരു ടീം ആ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. കർണാടകയുടെ ഒരു ടീമായിരുന്നു അവർ. കബീർ ബാക്കി ഉസ്താദ് പറയുന്ന ആ അർജുൻ എന്ന് പറയുന്ന സഹോദരന് നമ്മുടെ ഒരു കുടുംബത്തിന്റെ ഒരു അംഗമായി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനലുകളിൽ അധികമായിട്ടും ഇപ്പോൾ ഫേക്ക് ലൈവുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇടയ്ക്ക് അർജുനന്റെ വിഷയം വന്ന് സോഷ്യൽ മീഡിയ മൊത്തമായിട്ടും ഒന്നടങ്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് അർജുൻ എന്ന് പറയുന്ന വ്യക്തി, അതേപോലെ അവിടെ നടന്നതായ ഒരു സംഭവത്തെക്കുറിച്ച്. ഇപ്പോൾ നിലവിൽ ഈ ഒരു വീഡിയോയുടെ അകത്ത് ഞാനിപ്പോൾ വന്നിട്ടുള്ള കാര്യം എന്താണെന്ന് പറയാം. അതിനു മുമ്പായിട്ട് അർജുനന്റെ വിഷയം പറയുമ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ യൂട്യൂബ് ചാനലുകളിൽ അധികമായിട്ടും ഇപ്പോൾ ഫേക്ക് ലൈവുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്, അതായത് കർണാടക ഭാഗത്തൊക്കെ ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകളൊക്കെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അർജുനൻ്റെ മൃതശരീരം കിട്ടിയെന്നുള്ളത്. സോ അത്തരത്തിലുള്ള ഇതിലേക്ക് ആരും വീണു പോകരുത് എന്ന് ആദ്യമായിട്ട് തന്നെ പറയുകയാണ്. ഇനി ഞാൻ അർജുനൻ്റെ അപ്ഡേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്നലെ മുതൽ ഒരു ടീം ആ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. കർണാടകയുടെ ഒരു ടീമായിരുന്നു ആ ഒരു ടീം. ഏറ്റവും സാമർഥ്യമുള്ള ഒരു ടീമാണ് ആ ഒരു ടീം. സോ എന്ത് തന്നെ സംഭവിച്ചാലും അർജുനനെ തിരക്കി തന്നെയാണ് നമ്മൾ അർജുനനെ കണ്ടെത്തുക തന്നെ ചെയ്യും എന്നാണ് അവർ ഇത് ചാലഞ്ച് ചെയ്ത്, അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ളത്. ശക്തിയായ വാക്കായിരുന്നു ആ ഒരു വാക്ക്. അർജുനൻ നമ്മൾ എങ്ങനെയാണെങ്കിലും അവനെ ഞങ്ങൾ കണ്ടുപിടിക്കും. ഈ ഒരു ടീം ആരുടേതാന്ന് വെച്ചാൽ ഈശ്വർ മൽപെ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, 1 ലക്ഷത്തിന് മുകളിൽ. ഈ ഒരാളെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സംഭവം നടന്നാൽ അല്ലെങ്കിൽ രക്ഷാദൗത്യമായിട്ടാണ് ഇവർ ഈ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരെ ഇവർ രക്ഷിച്ചിട്ടുണ്ട്. ഒരു ദിവസം തന്നെ കുറേ അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ ഞാൻ ഇപ്പോൾ കുറേ വീഡിയോസൊക്കെ കണ്ടു. അതായത് ഈശ്വർ മൽപെ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ കുറേ വീഡിയോസൊക്കെ കണ്ടു, മുമ്പത്തെ വീഡിയോസൊക്കെ. സോ അതിലുള്ള കുറേ ആൾക്കാരെ ഇതുപോലെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളത്തിൽ മുങ്ങിയ ആൾക്കാരെ, കുറേ ആൾക്കാരെ രക്ഷപ്പെടുത്തിയതായ വീഡിയോസൊക്കെ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. ഈ ഒരു ടീം എന്ന് പറഞ്ഞാൽ വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. സോ അതുകൊണ്ട് അർജുനനെ പെട്ടെന്ന് തന്നെ അവർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഈശ്വർ മൽപയും അദ്ദേഹത്തിൻ്റെ ടീമുമാണ് ഇതിലേക്ക് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഇന്നലെയാണ് ഇത് ദൗത്യം ഏറ്റെടുത്ത് ഇന്നലെയാണ് തുടങ്ങിയത് എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഏതായാലും അവരുടെ ടീം നല്ലോണം പ്രയാസപ്പെടുന്നുണ്ട്, നല്ലോണം കഷ്ടപ്പെട്ടുകൊണ്ട് പിടിക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പെട്ടെന്ന് തന്നെ പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ എവിടെയാണെന്ന് കണ്ടെത്താൻ പറ്റാത്തത്രയാണ് അവിടെ. നമ്മളിപ്പോൾ വീഡിയോയിൽ പറയാൻ വളരെ എളുപ്പമാണ്, കണ്ടെത്തുക എന്നിങ്ങനെ പറയാൻ എളുപ്പമാണ്, പറയാൻ ഒന്നുമില്ല. പക്ഷെ അവിടെ ചെന്ന് നോക്കണം അവിടുത്തെ അവസ്ഥ എന്താണെന്ന്. ആ വെള്ളത്തിലാണ് ഇപ്പോൾ അവസാനമായിട്ട് ഉള്ളത് എന്നാണ് ലൊക്കേഷൻ അവർ ഇത് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ആ വെള്ളത്തിൻ്റെ ആടെയാണ്. സോ ഈ വെള്ളത്തിൻ്റെ അണ്ടർ ഡീപ്പിലേക്ക്, അവസാനം അടിയിലേക്ക് പോയിട്ടാണ് ഇവരെ തിരക്കേണ്ടത്. അത് വളരെ കഷ്ടമാണ്. ഈ മഴക്കാലമായതുകൊണ്ട് വെള്ളം നല്ലോണം ഫോഴ്സിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇടയ്ക്ക് തന്നെ ഈശ്വർ മൽപെ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയപ്പോൾ അവിടെ പ്രഷർ താങ്ങാനാവാതെ വെള്ളത്തിൽ നിന്ന് ആ ഒരു കയറ് കെട്ടിയിട്ടുണ്ടാകും. സോ ആ ഒരു കയറിനെ അദ്ദേഹം വിട്ടു, കാരണം അത്രയും പ്രഷറാണ് അവിടെ നിന്ന് കിട്ടിയത്. അങ്ങനെ അവസാനം നീന്തിയിട്ടാണ് മുകളിലേക്ക് വന്നത്. സോ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവരവിടെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വെറുതെ ഇല്ലാതെ ഇങ്ങനെ വായിൽ തോന്നിയത് വിളിച്ച് പറയാൻ പാടില്ല. യൂട്യൂബിലൂടെ ആവട്ടെ എന്തിലുമാവട്ടെ, നമ്മൾ വായിൽ കിട്ടുന്നതൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, മൊത്തമായിട്ടും ലൈവാണ്. ലൈവ് എന്ന് പറഞ്ഞാൽ ന്യൂസ് ചാനൽ അടക്കം ഫേക്ക് ലൈവുകളാണ് അവർ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ ചാനലുണ്ട്. ഞാനിപ്പോൾ ഒരു യൂട്യൂബ് തുറന്നു നോക്കിയാൽ ഹോം പേജിൽ തന്നെ എത്രയോ ചാനലുകളാണ് ലൈവ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാഷാ അല്ലാഹ്. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഉസ്താദന്മാർ, നൂറെ അജ്മീറിൻ്റെ ഉസ്താദ്, അതേപോലെ കബീർ ബാക്കവി ഉസ്താദ് ആവട്ടെ, ഇങ്ങനെ തുടങ്ങിയുള്ള കുറേ നിരവധി ഉസ്താദന്മാർ അദ്ദേഹത്തിന് ഇത് കബീർ ബാക്കവി ഉസ്താദ് പറയുന്ന ആ അർജുൻ എന്ന് പറയുന്ന സഹോദരന് നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ ഒരു അംഗമായി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, എത്ര സാഹോദര്യത്തിലാണ്, എത്ര ഐക്യത്തിലാണ് നമ്മുടെ ഈ ഒരു സമുദായം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അതും കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു സഹോദരങ്ങളെ. നൂറെ അജ്മീർ ഉസ്താദിൻ്റെ ഒരു വാക്കുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ദുആ ചെയ്ത ഒരു വാക്കുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് തന്നെ ആ അർജുനനെ നമുക്ക് ലഭിക്കാൻ, ജീവിതത്തിലേക്ക് മടങ്ങി വരാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് നൂറെ അജ്മീർ ഉസ്താദിൻ്റെ ജസ്റ്റ് ഒരു ക്ലിപ്പായിട്ട് നമുക്ക് കേട്ട് നോക്കാം. അർജുൻ എന്ന കുട്ടിയെ കിട്ടാൻ വേണ്ടി ദ്വാരക്കണം. തമ്പുരാൻ കരുണക്കടല റബ്ബ് ആ കുട്ടി എത്രയും പെട്ടെന്ന് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. നമുക്ക് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. ഞാൻ ആ വാർത്ത അറിഞ്ഞിട്ടുണ്ട്. അർജുൻ എന്ന് പറയപ്പെടുന്ന കുട്ടി ദിവസങ്ങളോളമായി മണ്ണിൻ്റെ അടിയിൽ, വാഹനത്തിൻ്റെ ഉള്ളിൽ കുടുങ്ങി മണ്ണിൻ്റെ അടിയിൽ കഴിയുകയാണെന്ന് കേട്ടു. അവൻ്റെ പാവം, അവൻ്റെ അമ്മ, അവൻ്റെ കുടുംബങ്ങൾ, അച്ഛൻ, കുടുംബങ്ങളൊക്കെ കാത്തിരിക്കുകയാണ്. നാട്ടുകാർ മുഴുവനും കാത്തിരിക്കുകയാണ്
അവൻ്റെ തിരിച്ചുവരവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് അറിയണമല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്, എത്ര വിഷമം ആ കുടുംബത്തിനുണ്ടാവും, എത്ര പ്രയാസം ആ കുടുംബത്തിനുണ്ടാവും. നമ്മൾ ആ കുടുംബത്തിനൊപ്പം ചേർന്ന് നിന്ന് കരുണക്കടൽ ആ റബ്ബിനോട് ദുആ ചെയ്യാന്നല്ലാതെ വേറെ രക്ഷയില്ലല്ലോ. പഠിച്ചോൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് അർജുനെ തിരിച്ചു കിട്ടി ഒരു സന്തോഷമുള്ള വാർത്ത അല്ലാഹു കേൾപ്പിച്ചു തരട്ടെ. അല്ലാഹു എത്രയും പെട്ടെന്ന് ആ കുടുംബത്തിന് നല്ല ക്ഷമ അല്ലാഹു പ്രദാനം ചെയ്തു കൊടുക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. നിങ്ങളും ദ്വാരക്കൂ, നമ്മളൊക്കെ ദ്വാരക്കുക, എല്ലാവരും ദുആ ചെയ്യുക. പഠിച്ച റബ്ബ് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. അതേപോലെ തന്നെ മുത്തുമിനീങ്ങളെ നിങ്ങളൊക്കെ ദ്വാരക്കണം. മാത്രമല്ല, ഇത് മാത്രമല്ല, നൂർ അജ്മീർ ഉസ്താദ് മാത്രമല്ല, കുറേ ആൾക്കാർ, ഖലീൽ ഉദവി ആവട്ടെ, സിംസാർ, ഇത് മറ്റേ ഷമീർ ഫൈസ്, ഷമീർ ദാരിമി ഉസ്താദ് ആവട്ടെ, അതേപോലെ അറിവിൻ നിലാ ഉസ്താദ്, അതേപോലെ മദനിയം ഉസ്താദ് തുടങ്ങിയുള്ള എല്ലാ ഉസ്താദന്മാരും മജ്ലിസുകളിൽ സുബഹിക്ക് നടത്തുന്ന മജ്ലിസ്, നൂർ അജ്മീർ മദനിയം എന്നൊക്കെ പറയുന്നത്, നൂർ അജ്മീർ മജ്ലിസ് നടക്കുന്നത് സുബഹി നേരത്താണ്. ഈ പ്രഭാതത്തിൽ തന്നെ അവർ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ദുആ ചെയ്തത് വളരെ 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 സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം അതുമാത്രമല്ല, നമ്മുടെ അറിവിൻ നിലാവ് ഉസ്താദ്, മദനിയം ഉസ്താദ്, ഇങ്ങനെ കുറേ ഉസ്താദന്മാർ, നിരവധി ആൾക്കാർ ഇങ്ങനെ ആത്മീയമായ സംഗമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ അവരൊക്കെ അർജുനന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടിട്ടും കാണാതെ പോകരുത്. ഇത് നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ വീഡിയോ ചെയ്തത്. പ്രധാനമായിട്ട് മറ്റൊരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് ഇവർ അർജുനൻ്റെ വീഡിയോ മുമ്പ് ചെയ്തപ്പോൾ അതിൽ കുറേ ആൾക്കാർ കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് പറ്റി, ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന്. സോ അതിനും കൂടി മറുപടി ആയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ നിലവിൽ ചെയ്തത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും മുഴുവനായിട്ടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്ക് എടുത്ത് പോവാം. പിന്നെ മുഴുവനായിട്ടും കാണാതെ പകുതി കണ്ട് ചില ആൾക്കാർ കമൻ്റ് അടിക്കുന്നവരുണ്ട്. സോ അത്തരത്തിലുള്ള ആൾക്കാർ വീഡിയോ കാണാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്ററായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ആ അർജുൻ എന്ന് പറയുന്ന സഹോദരനെ കിട്ടാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിച്ചു തരുമാറാകട്ടെ. ആമീൻ. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയും പിന്നെ ഉമ്മയും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഇത് അവരൊരു ഇതുണ്ടായിരുന്നു, എന്ത് അർജുന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള ഒരു വിചാരം അവർക്കുണ്ടായിരുന്നു. അവരിപ്പോൾ ആ ഒരു ചിന്താഗതി മാറ്റിയിരിക്കുകയാണ്. അർജുനെ നമുക്കൊന്ന് കണ്ടാൽ മതി എന്നാണ് അവരിപ്പോൾ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മയുടെ ആഗ്രഹം പോലെ, ആ ഭാര്യയുടെ ആഗ്രഹം പോലെ, അതേപോലെ മക്കൾക്കൊന്ന് കാണാനുള്ള ഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് ഇത് കബീർ ബാക്കി ഉസ്താദിൻ്റെ ക്ലിപ്പ് ബൈറ്റും കൂടി കുറച്ച് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ആ ഒരു ക്ലിപ്പ് ബൈറ്റും കൂടി നിങ്ങൾ കണ്ടു നോക്കുക. അർജുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ ലോറി ഡ്രൈവർ ഒരു 10 ദിവസം കൊണ്ട് അയാൾ നമ്മുടെ വീട്ടിലെ അംഗമായി. രാത്രിയിൽ കിടക്കാൻ നേരത്ത് ഉമ്മ മോളോട് ചോദിക്കുന്നു അർജുന്റെ കാര്യം എന്തായി, മോള് ഉമ്മയോട് ചോദിക്കുന്നു അർജുന്റെ കാര്യം എന്തായി. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ഉടനെ ആദ്യം നമ്മൾ കഴിഞ്ഞ 10 ദിവസങ്ങളായി നമ്മൾ നോക്കിയത് നമ്മുടെ കുട്ടിയെ കുറിച്ചല്ല, അർജുനെ കിട്ടിയോ ഇല്ലയോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് മനുഷ്യൻ, ഇതാണ് പച്ചയായ മനുഷ്യൻ, ഇതാണ് വികാരങ്ങളെയും വിചാരങ്ങളുമുള്ള മനുഷ്യൻ, ഇവനാണ് നന്മയുള്ള മനുഷ്യൻ. 10 ദിവസം കൊണ്ട് അർജുൻ എന്ന് പറയുന്ന ഇതേവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ലോറി ഡ്രൈവർ ചിലപ്പോൾ എനിക്ക് അനുജനായി മാറിയിട്ടുണ്ടാവാം, ചിലപ്പോൾ എനിക്ക് മകനായി മാറിയിട്ടുണ്ടാവാം. എൻ്റെ കൂടപ്പുറപ്പിന്റെ വിശേഷങ്ങൾ അന്വേഷിക്കുന്നത് പോലെ എത്ര പെട്ടെന്നാണ് അർജുൻ നമ്മുടെ കൂടപ്പുറപ്പായി മാറിയത്. എത്ര കൈകളാണ് അവന് വേണ്ടി പ്രാർത്ഥിച്ചത് അമ്പലങ്ങളിൽ. കണ്ടല്ലോ, കബീർ ബാക്കി ഉസ്താദ് പറയുന്നത് നമ്മളിൽ ഒരു അംഗമായി മാറിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് എല്ലാവരുടെയും ദുആ പോലെ അല്ലാഹു പെട്ടെന്ന് തന്നെ സഹോദരനെ നമുക്ക് തിരിച്ചു കിട്ടാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്കും ഈ ഒരു വിഷയം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.